ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വേദങ്ങളെ പറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് വേദകാലങ്ങള്, അതേപോലെ വേദങ്ങളെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്താണ് വേദങ്ങള്, വേദകാലം എന്താണ്, ഏതൊക്കെയാണ് വേദം, അതിനകത്തുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം വേദകാലത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, വേദകാലം എന്താണ്? വേദകാലം നോക്കാം. ആര്യന്മാരുടെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളായ വേദങ്ങൾ ഇന്ത്യയിൽ രചിക്കപ്പെട്ട കാലഘട്ടത്തെയാണ് വേദയുഗം അല്ലെങ്കിൽ വേദകാലഘട്ടം സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വേദകാലത്തെ പറ്റി പറയുന്ന സമയത്ത് ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി, എന്താണ് വേദകാലം അല്ലെ? അതായത് ആര്യന്മാരുടെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ഓക്കെ, അത് കൂടാതെ അത് ഇന്ത്യയിൽ രചിക്കപ്പെട്ട കാലഘട്ടത്തെ കൂടിയാണ് വേദയുഗം എന്ന് പറയുന്നത്. ഇത് ഏതാണ് നമ്മൾ പറയുകയാണെങ്കിൽ BC 2-ാം സഹസ്രാബ്ദത്തിലും BC 1-ാം സഹസ്രാബ്ദത്തിലുമാണെന്ന് പണ്ഡിതന്മാർ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. BC 2 അതേപോലെ തന്നെ BC 1. ഓക്കെ, അടുത്ത് നോക്കാം. എന്താണ്? BC 1500 ആരംഭിക്കുന്നു. ഓക്കെ, അടുത്തത് 6-ാം നൂറ്റാണ്ട് വരെ ഈ കാലഘട്ടം നിലനിൽക്കുന്നു. അപ്പോൾ ഈ വേദയുഗം അല്ലെങ്കിൽ വേദകാലം എന്ന് പറയുന്നത് BC 1500 മുതൽ 2-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം ഇതിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് വേദകാലം എന്ന് പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. നോക്കാം. അടുത്തത് വേദകാലത്തെ 2 കാലഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ആ വേദകാലത്ത് നമുക്ക് 2ആയി തരംതിരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് വേദത്തിന് മുമ്പുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഋഗ്വേദ കാലഘട്ടം എന്നും വേദാനന്തര യുഗം അല്ലെങ്കിൽ ഇതിഹാസ കാലഘട്ടം എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ 2 തരത്തിലാണ് നമുക്ക് പറയാൻ പറ്റാം. ഒന്ന് ഋഗ്വേദ കാലഘട്ടം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഋഗ്വേദ കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്താണ്? അത് വേദത്തിന് മുൻപുള്ള കാലഘട്ടം എന്നും കൂടി അവിടെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ സമയം എന്ന് പറയുന്നത് BC 1500 മുതൽ BC 1000 വരെയുള്ള കാലഘട്ടത്തിലാണ്. അടുത്തത് വേദാനന്തര യുഗം, അതായത് വേദങ്ങൾക്ക്, അതായത് ഇതിഹാസ കാലഘട്ടം എന്ന് പറയുന്നത് അത് BC 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് കുറച്ചധികം പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടി അല്ലെ? ഒന്നാമത്തെ എന്താണ് വേദകാലം എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. വേദകാലം സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏതാ നമുക്ക് ഇവിടെ കിട്ടി. പിന്നെ വേദകാലത്തെ 2ആയി തരംതിരിച്ചു നമുക്ക് കിട്ടി. അതാണ് ഒന്ന് ഋഗ്വേദ കാലഘട്ടം എന്നും ഇതിഹാസ കാലഘട്ടം എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് 3 തരത്തിലുള്ള പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, നോക്കാം അടുത്തതിലേക്ക്. ഇനി വേദകാലഘട്ടം നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് വേദങ്ങൾ നോക്കട്ടെ. എന്താണ് വേദം നമുക്ക് പഠിക്കണം അല്ലെ? നോക്കാം. വേദങ്ങളെ പറ്റി നമുക്ക് സൂചിപ്പിക്കാം. BC 2-ാം സഹസ്രാബ്ദത്തിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്തോ യൂറോപ്യൻ സംസാരിക്കുന്ന ആളുകൾ പുരാതന സംസ്കൃതത്തിൽ രചിച്ച കവിതകളുടെയോ ശ്ലോകങ്ങളുടെയോ സമാഹാരമാണ് വേദങ്ങൾ. അപ്പൊ വേദം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചരിത്രപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2-ാം സഹസ്രാബ്ദത്തിലാണ് നമുക്ക് അവിടെ ചിന്തിക്കേണ്ടത്. അവിടെ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്തോ യൂറോപ്യൻ സംസാരിക്കുന്ന ആളുകൾ പുരാതന സംസ്കൃത ഭാഷയിലാണ്. അപ്പോ വേദങ്ങൾ എഴുതിയ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? സംസ്കൃത ഭാഷയിലാണ് വേദങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇനി സംസ്കൃതത്തിൽ അറിവ് എന്ന വിവർത്തനം ചെയ്യപ്പെട്ട വേദങ്ങൾ ദൈവികതയെക്കുറിച്ചുള്ള പ്രധാന ഹൈന്ദവ പഠനങ്ങൾ അവതരിപ്പിക്കുന്ന ശ്ലോകങ്ങളുടെ ഒരു ശേഖരമാണ്. ഇവിടെ 2ാമത്തെ പോയിട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഒന്നാമത്തെ എപ്പോഴാണ്, എന്താണ് വേദം എന്നൊരു കാര്യം നമുക്ക് കിട്ടി. പിന്നെ 2ാമത്തെ നമുക്ക് പറയാൻ കിട്ടുന്നു സംസ്കൃതത്തിലാണ് വേദങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് 2ാമത്തെ പോയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി 3ാമത് വേദത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് മനസ്സിലാക്കണ്ടേ. എന്തൊക്കെയാണ് വേദത്തിൽ അടങ്ങിയിരിക്കുന്നത് നോക്കാം. അവിടെ പ്രധാനപ്പെട്ടും ദൈവികതയെക്കുറിച്ചുള്ള പ്രധാന ഹൈന്ദവ പഠനങ്ങളാണ് വേദത്തിൽ അവിടെ അടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ അവിടെ ശ്ലോക രൂപത്തിലാണ് വേദങ്ങൾ ഉള്ളതും. അപ്പൊ നമുക്ക് അവിടെ എത്ര ഇൻഫർമേഷൻ കിട്ടി? 4 ഇൻഫർമേഷൻ കിട്ടി. ഇനി അങ്ങനെ വേദവ്യാസനാണ് വേദങ്ങൾ രചിച്ചതെന്ന് പറയപ്പെടുന്നു. വേദവ്യാസനാണ് വേദങ്ങൾ രചിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ വേദവ്യാസൻ വേദങ്ങളുടെ പിതാവ് എന്നും കൂടി അറിയപ്പെടുന്നു. കൂടാതെ വേദങ്ങൾ ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടും
കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് 5-6 തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. വേദങ്ങളെ പറ്റി കിട്ടി, എവിടെ നിന്നാണ് വേദങ്ങളുടെ തുടക്കം എന്ന് കിട്ടി, വേദം ഉണ്ടായിരിക്കുന്ന ഭാഷ സംസ്കൃതമാണെന്ന് നമുക്ക് കിട്ടി, കൂടാതെ വേദത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താ നമുക്ക് കിട്ടി, കൂടാതെ വേദങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ വേദങ്ങൾ രചിച്ചത് ആരാ നമുക്ക് കിട്ടി, കൂടാതെ അവസാനമായി പറയാന്നു ഹിന്ദു മതത്തിലെ പവിത്രമായ ഗ്രന്ഥങ്ങളിൽ പെട്ട ഒന്നും കൂടിയാണ് അവിടെ വേദങ്ങൾ. അപ്പൊ വേദങ്ങളെ പറ്റി നമുക്ക് മനസ്സിലായി അല്ലെ. നോക്കാം അടുത്തത്. ഇനി കഴിഞ്ഞ പോയിന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വേദങ്ങൾ. കൂടാതെ കൃഷ്ണദ്വൈപായന വ്യാസൻ വേദങ്ങളെ 4ആയി വിഭജിച്ചു. അതാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ രീതിയിൽ. അപ്പൊ വേദങ്ങള് 4ആയിരുന്നു. കൃഷ്ണദ്വൈപായൻ എന്ന വ്യാസൻ വേദങ്ങളെ 4ആയി തരംതിരിച്ചു. അതാണ് ഒന്നാമത്തെ നമുക്ക് പറയാം ഋഗ്വേദം, സാമവേദം, യജുർവേദം, അതേപോലെ അഥർവവേദം എന്ന രീതിയിൽ. ഇനി വേദങ്ങൾക്കുള്ളിലേക്ക് നമുക്ക് ഈ 4 തരത്തിലുള്ള വേദങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം അടുത്തത്. വേദങ്ങൾ ഏതൊക്കെ? ഒന്നാമത്തെ നമ്മൾ പറയുന്നു ഋഗ്വേദമാണ്. എന്താണ് ഋഗ്വേദം? 4 വേദങ്ങളിൽ ആദ്യത്തേതും ഹൈന്ദവ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നുമാണ് ഋഗ്വേദം. അതായത് നമുക്ക് പുരാതനമായ ആദ്യത്തെ വേദം എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഋഗ്വേദം. ഒന്നാമത്തെ പോയിന്റായി. അടുത്തത്, ദൈവങ്ങളെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് ഇത്. അവ വിവിധ ആചാരങ്ങളിൽ ആലപിക്കപ്പെടുന്നു അല്ലെ. അത് ദൈവങ്ങളെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളാണ് പ്രധാനമായും ഋഗ്വേദത്തിലുള്ളത്. അത് പല രീതിയിൽ പല ആചാരങ്ങളിൽ ആലപിക്കപ്പെടുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. വേദം എന്ന പുരാതന ഭാഷയിലാണ് അവ രചിക്കപ്പെട്ടത്. അത് ക്രമേണ ക്ലാസിക്കൽ സംസ്കൃതമായി പരിണമിച്ചു. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് ഋഗ്വേദത്തിൽ നിന്ന് കിട്ടുക. പുരാതനമായ ഒരു വേദമാണ് ഋഗ്വേദം. അത് കൂടാതെ ഒരു സ്തുതിഗീത കൂടിയാണ് ഋഗ്വേദം. രണ്ടാമത്തെ പോയിന്റ്. അത് കൂടാതെ വേറെന്താണ്? അത് ക്രമേണ ക്ലാസിക്കൽ സംസ്കൃതമായിട്ടാണ് അവിടെ ഋഗ്വേദം കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നാമത്തിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇത്രയും പോയിന്റുകൾ നമുക്ക് കിട്ടി. അവസാനം പോയിന്റ് പറഞ്ഞു സംസ്കൃതത്തിലാണ് അല്ലെ, സംസ്കൃതമായിട്ടാണ് ഈ കാര്യങ്ങൾ രചിക്കപ്പെട്ടതെന്നും കൂടി പറയുന്നു. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക് എന്താണുള്ളത്. സാമവേദം. എന്താണ് സാമവേദം? നോക്കൂ, സാമവേദത്തിൽ ഈണങ്ങളുടെയും കീർത്തനങ്ങളുടെയും ഒരു ശേഖരം അടങ്ങിയിരിക്കുന്നു. അതായത് ഋഗ്വേദം നമ്മൾ പറഞ്ഞു പുരാതനമായിട്ടുള്ളതാണ്. പക്ഷെ സാമവേദത്തിൽ കുറച്ചുകൂടി സംഗീതാത്മകമായിട്ടാണ് ഇത്തരത്തിൽ വേദങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നത്. 4 വേദങ്ങളിൽ ഒന്നായ ഇത് 1875 ശ്ലോകങ്ങളുള്ള ഒരു ആരാധനാ സാഹിത്യം കൂടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഋഗ്വേദങ്ങളിൽ 4 വേദങ്ങളിൽപ്പെട്ട ഏറ്റവും ചെറുതായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രയും പോയിന്റുകൾ നമുക്ക് കിട്ടി. എന്താണ് സാമവേദം എന്ന് കിട്ടി അല്ലെ. ഈണങ്ങളും കീർത്തനങ്ങളുടെയും കൂടി ഒരു ശേഖരമാണ് സാമവേദത്തിൽ അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ഏറ്റവും ചെറുതാണ് സാമവേദം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് സാമവേദത്തിൽ നമുക്ക് കിട്ടി. നോക്കാം അടുത്തത്, യജുർവേദം. എന്താണ് യജുർവേദം? BC 1200-നും 900-നും ഇടയിൽ രചിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന 4 വേദങ്ങളിൽ മൂന്നാമത്തേതാണ് യജുർവേദം. യജുർവേദത്തെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. കൃഷ്ണ യജുർവേദം എന്നും ശുക്ല യജുർവേദം എന്നും 2ആയിട്ട് യജുർവേദത്തെ തരംതിരിച്ചിട്ട് കൂടിയുണ്ട്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി എന്താണ് യജുർവേദത്തിന്റെ ഘടന. അതുകൂടാതെ യജുർവേദത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. അതാണ് കൃഷ്ണ യജുർവേദം എന്നും അതേപോലെ ശുക്ല യജുർവേദം എന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനി എന്താണ് ഒന്നാമത്തെ ശുക്ല യജുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥനകളും ഭക്തി നിർഭരമായ യാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളാണ് ഒന്നാമത്തെ ശുക്ല യജുർവേദത്തില് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കൃഷ്ണ യജുർവേദത്തിലോ? കൃഷ്ണ യജുർവേദത്തിൽ ത്യാഗപരമായ ആചാരങ്ങളെ പറ്റിയാണ് കൃഷ്ണ യജുർവേദം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യജുർവേദം നമുക്ക് എന്താന്ന് കിട്ടി? യജുർവേദം 2ആയി തരംതിരിച്ചിട്ടുണ്ട്. കൃഷ്ണ യജുർവേദം എന്നും ശുക്ല യജുർവേദം എന്നും. അതിന്റെ എന്താണ് അതിൽ രണ്ടിലും അടങ്ങിയിരിക്കുന്ന കാര്യം കൊണ്ട് നമുക്കിവിടെ കിട്ടി. നോക്കാം അടുത്തത്. അടുത്താണ് അഥർവവേദം. 4ാമത്തെ വേദമാണ് അഥർവവേദം. എന്താണ് അഥർവവേദത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? അഥർവവേദം ഒരു പുരാതന ഹിന്ദു ഗ്രന്ഥമാണ്. 4ാമത്തെ വേദം എന്നും പൊതുവെ അറിയപ്പെടുന്ന ഒന്നാണ് അഥർവവേദം. അപ്പൊ നമുക്കിവിടെ 2 ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. നോക്കാം അടുത്തത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. മാന്ത്രിക സൂത്രവാക്യങ്ങളുടെ വേദം എന്നും കൂടി ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥർവവേദത്തിലാണ് മാന്ത്രികതയെ പറ്റി സൂചിപ്പിക്കുന്ന കാര്യങ്ങളുള്ളത്. അപ്പോൾ മാന്ത്രിക സൂത്രവാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദം എന്നും കൂടി അവിടെ എന്തിനെ അറിയപ്പെടുന്നുണ്ട്?
അഥർവവേദത്തെ അറിയപ്പെടുന്നുണ്ട്. നോക്കാം. അഥർവവേദത്തിലെ ശ്ലോകങ്ങള് ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി, ഔഷധ സസ്യങ്ങളിൽ നിന്നും രോഗശാന്തി നേടുന്നതിനുമൊക്കെ സമർപ്പിക്കപ്പെട്ടവയാണ്. ഇതൊക്കെ അടങ്ങിയിട്ടാണ് അഥർവവേദം അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ 4 തരത്തിലുള്ള വേദങ്ങൾ നമ്മൾ നോക്കി. വേദങ്ങൾ എന്താന്ന് നോക്കി, വേദങ്ങളിൽ 4 ഏതാന്ന് നോക്കി, അതിൽ പലതരത്തിലുള്ള എന്തൊക്കെയാണ് വേദങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് കൂടെ നമ്മൾ നോക്കി. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് വേദങ്ങൾ. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, അതായത് ദേവസ്വം ബോർഡ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ എക്സാം വരുന്ന സമയത്ത് സാധാരണ PSC അനുബന്ധമായിട്ടല്ല, കുറച്ചുകൂടി ഡീപ് തരം, അതായത് ഹൈന്ദവ കാര്യങ്ങളിലും ഹൈന്ദവ പുരാണങ്ങളെ പറ്റിയും ക്ഷേത്രങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ കൂടുതലായി ഡീപ്പായി അറിയേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അതാണ് സ്പെഷ്യൽ ടോപ്പിക്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു മെന്റർഷിപ്പ് ഒക്കെ വളരെ ആവശ്യമായുള്ള ഒരു ഘടനയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലെ വിജ്ഞാപനം വരുന്നതിനനുസരിച്ച്, ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനത്തിനനുസരിച്ച് നമ്മൾ പുതിയ കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, വീക്ക്ലി എക്സാമുകൾ, സ്പെഷ്യൽ മെന്റർഷിപ്പ്, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അടുത്തൊരു ക്ലാസ്സിൽ. അപ്പൊ അതുവരെ ബൈ.